നിങ്ങളുടെ മക്കൾ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നവരാണോ? രാത്രി സമയങ്ങളിൽ അവർ ഉറക്കമിളച്ച് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്നുണ്ടോ? അവരുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഓൺലൈൻ ഗെയിമുകൾ കുട്ടികളെ പല സാഹസികതയ്ക്കും പ്രേരിപ്പിക്കാം. അവരുടെ ജീവിതത്തെ പോലും അപകടത്തിൽ കൊണ്ടെത്തിക്കാം. കാസർഗോഡ് ഉപ്പളയിൽ സ്വന്തം വീടിന് നേരെ 14-കാരൻ വെടിവെച്ചത് ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമെന്ന വിവരം. ഓൺലൈൻ ഗെയിമിന് അടിമയായ കുട്ടി ഗെയിം ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വെടിയുതിർത്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 14-കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വീട്ടുകാർ വഴക്കു പറയുമെന്ന പേടിയിലാണ് കുട്ടി സ്വയം കഥ മെനഞ്ഞതെന്നാണ് സൂചന. സംഭവത്തിൽ തോക്കും തിരയും കണ്ടെടുത്തെങ്കിലും കുട്ടിക്ക് തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതിൽ വ്യക്തതയില്ല. ഉപ്പള ഹിദായത്ത് നഗറിൽ പ്രവാസി വ്യവസായി അബൂബക്കർ സിദ്ദിഖിന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമയായ അബൂബക്കറിന്റെ മകൻ 14 വയസ്സുകാരൻ ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ചാണ് വീട്ടിലേക്ക് സ്വയം വെടിയുതിർത്തത്. വീട്ടുകാർ പുറത്തുപോയ സമയമായിരുന്നു ഇതിനായി തെരഞ്ഞെടുത്തത്. പിന്നീട് വഴക്കു പറയുമെന്ന ഭയത്തിലാണ് കാറിലെത്തിയ സംഘം വീടിന് നേരെ വെടിയുതിർത്തുവെന്ന കഥ മെനഞ്ഞത്. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. വെടിയുതിർക്കാൻ ഉപയോഗിച്ച എയർഗണ്ണും തിരയും പോലീസ് കണ്ടെടുത്തു. എന്നാൽ കുട്ടിക്ക് തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നത് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഉപ്പളയെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവം. 14 വയസ്സുള്ള അബൂബക്കറിന്റെ ഇളയ മകൻ മാത്രം വീട്ടിലുള്ളപ്പോൾ ദേശീയപാതയിലൂടെ എത്തിയ വെള്ള നിറത്തിലുള്ള കാറിൽ നിന്ന് വീടിന് നേരെ വെടിയുതിർത്തുവെന്നായിരുന്നു പരാതി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുകയും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയിലും സംശയം തോന്നിയ പോലീസ് കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. വെടിവെപ്പ് സംബന്ധിച്ച് അബൂബക്കറിന്റെ മൂത്ത മകൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാസർഗോഡ് ASP ഡോക്ടർ M നന്ദഗോപന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ P അജിത് കുമാറിനാണ് അന്വേഷണ ചുമതല. കുട്ടിക്കെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. ന്യൂസ് 18 കാസർഗോഡ്.